ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ മറുപടിയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 3 കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഈ പണം യഥേഷ്ടം വാങ്ങിയെടുത്തു. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് സമഗ്ര ശിക്ഷാ ഫണ്ട് കേരളത്തിന് തടഞ്ഞു വച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് രാജസ്ഥാനിൽ മുമ്പുണ്ടായിരുന്ന കോൺഗ്രസ് ഗവൺമെൻറ്, കർണാടകയിലും ഹിമാചലിലും ഇപ്പോൾ ഉള്ള കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഇവരുടെ ചുമലിലൂടെ യഥാർത്ഥത്തിൽ കേരളത്തെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഈ 3 പേർ യഥേഷ്ടം ഫണ്ട് മേടിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്ത് പരാതിയാണ് ഉന്നയിക്കാനുള്ളത്? അതുകൊണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ്റുകളുടെ നിലപാടാണ് പ്രതിപക്ഷം ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥയെ ദുർബലമാക്കിയതെന്നാണ് അദ്ദേഹം തന്നെ ഇന്ന് കൃത്യമായിട്ട് പാർലമെൻറ്റിൻ്റെ വേദിയിൽ പറഞ്ഞത്. അതായത് കേരളത്തിൻ്റെ ന്യായമായിട്ടുള്ള വിഭവം കിട്ടാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുക, മന്ത്രിമാരുമായിട്ട് സംസാരിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് എന്നിൽ അർപ്പിതമായിട്ട്